ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും താമസിച്ച് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു റൊട്ടീനിലൂടെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എക്സാമും മറ്റ് വർക്കുകളും ഒക്കെ വയ്ക്കാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ലേറ്റായിട്ടൊരു 1:30 അത്രയൊക്കെ സമയമാകുമ്പോഴാണ് കിടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് രാവിലെ ഒരു 8:30-9 മണി ആ ടൈം ആകുമ്പോഴാണ് പിന്നെ എഴുന്നേൽക്കുന്നത് തന്നെ. വളരെ ലേസി ആയിട്ടുള്ളൊരു റൊട്ടീനാണത്. നോർമലി ഉള്ള ഹോസ്റ്റൽ ഫുഡിനേക്കാളും ഇന്ന് കുറച്ച് സ്പെഷ്യലായിട്ട് നല്ല ഫുഡ് കിട്ടി. അപ്പം ഞാൻ പൊതുവേ ഹോസ്റ്റലിൽ നിന്നപ്പോൾ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളാക്കാൻ പറ്റാറില്ല. കാരണം ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ചത് സ്റ്റോപ്പായി പോകും. അപ്പോൾ ഇന്നത്തെ എടുത്തപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ എനിക്ക് കുറേ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ പോയി ഫസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം അലക്കിയിട്ട് പിന്നെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. സ്റ്റിക്കി നോട്ട്സൊക്കെ ഒട്ടിച്ച് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നോട്ട്സിൽ അത് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നോട്ട്സിലും സ്റ്റിക്കി നോട്ട്സൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി. അപ്പോൾ പൊതുവേ ഫുഡ് അത്ര കൊള്ളത്തില്ലായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഒരു നേരം നല്ല ഫുഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അത്ര കുഴപ്പമില്ലായിരുന്നു. സാമ്പാർ കൊള്ളില്ലായിരുന്നു, എന്നാലും ദോശ കുറച്ച് ബെറ്ററായിരുന്നു. സാധാരണ ദോശയല്ല, അപ്പം അല്ലാത്തൊരു സാധനം തരാറ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊക്കെ ഫുഡിന് മാറ്റം ഉണ്ടായപ്പം എന്നാൽ പിന്നെ ഫുൾ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ വ്ളോഗ് അങ്ങ് എടുത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണെന്നൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന DLED ആണ്. LP UP ടീച്ചറാവാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ സബ്മിഷനൊക്കെ ഉണ്ട്. ഓരോ സെമിനാറും എല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ദിവസമായിട്ടുണ്ട്. കമ്മീഷനൊക്കെ ഫസ്റ്റ് കമ്മീഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കമ്മീഷനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുവാണ്. എല്ലാം ചെയ്യാനുള്ളതൊക്കെ ഈ വ്ളോഗിൽ ഞാൻ ചെറുതായിട്ട് ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കുന്നത് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ മിഡ് നൈറ്റാണ് അതൊക്കെ ചെയ്യുന്നത്. രാവിലെ അതായത് പിറ്റേ ദിവസം രാവിലെ ഒരു 1:30 ഒക്കെ ആയപ്പോഴാണ് പിന്നെ അത് തീർന്ന് കിടന്നതൊക്കെ തന്നെ. അപ്പോൾ ടൈമൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ ഫോണിൽ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സൊക്കെ കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നില്ല. സോ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ടൈമൊന്നും കാണിച്ചില്ല. പക്ഷേ ആ ടൈം ആയപ്പോഴാണ് ചെയ്ത് കഴിഞ്ഞത്. ചെയ്യാനായിട്ട് ഇത്രയൊന്നും ഇല്ല എന്നൊക്കെ തോന്നുന്നു, പക്ഷേ ചെയ്ത് വരുമ്പോൾ അത്രയും സമയമൊക്കെ ആയി. പിന്നെ അത് ക്ലീനൊക്കെ ആക്കി കിടന്നപ്പോൾ 1:30 ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ മാത്രമല്ല ഈ ടൈമിൽ, അതായത് താമസിച്ച് ലേറ്റായിട്ട് കിടന്ന് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നത് ഞാൻ മാത്രമല്ല. ഓൾമോസ്റ്റ് DLED പഠിക്കുന്ന ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ആ ടൈം ആകുമ്പോഴാണ് ഉറങ്ങുന്നതൊക്കെ. കാരണം വർക്കുകൾ ഒരുപാട് ചെയ്യാനുണ്ടാകും. ഇപ്പോൾ എക്സാമൊക്കെ വന്ന സമയത്താണെങ്കിലും ഞങ്ങൾ അത്രയും ലേറ്റായിട്ട് കിടന്നിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. അത് പിന്നെയും ലേറ്റായി. 1:30 എന്നുള്ളത് പിന്നെ ലേറ്റായിട്ട്. കുറേ പേര് ഇതിനേക്കാൾ ലേറ്റായിട്ട് കിടക്കുന്നവരുണ്ട് ഹോസ്റ്റലിൽ. ഒരു 4:30 കിടന്നിട്ട് പിന്നെ ഒരു 8 മണിക്ക് എഴുന്നേറ്റ് നിന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ 6:30 എഴുന്നേറ്റ് നിന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെഡ്യൂളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സാം കഴിഞ്ഞിട്ട് ഉള്ള ദിവസമാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുത്തത് അതിന് മുന്നേ ആണ്. അപ്പോൾ ഇത്രയും എടുക്കാതിരിക്കുന്ന, വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് താമസിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഞങ്ങൾക്ക് വർക്കുകൾ വരുമ്പോൾ ഇതുപോലെ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാനായിട്ടൊന്നും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ശ്രമിക്കാം ഫുള്ളായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ വർക്കുകളൊക്കെ ചെയ്യുന്നതും ഹോസ്റ്റൽ വ്ളോഗ്സൊക്കെ എടുക്കാനായിട്ട് നോക്കാം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു സബ്ജക്റ്റിൻ്റെ വർക്കാണ്. പക്ഷേ ഈ സാധനം കോളമായി. ഇങ്ങനെ അല്ലായിരുന്നു ഈ പിക്ചർ വരയ്ക്കേണ്ട. ഇത് സ്പാറ്ററിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സ്പാറ്ററിങ് നമ്മൾ എന്തെങ്കിലും, അതായത് നമ്മുടെ കളർ എടുത്തിട്ട് പേപ്പറിൽ ഒഴിച്ചിട്ട്, ക്യാൻവാസ് എന്താണെങ്കിലും അതിലൊഴിച്ചിട്ട് ഡാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കളർ ഇട്ടിട്ട് നമ്മൾ ഊതി കൊടുക്കില്ലേ, അതെന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരിതായിരുന്നു. പക്ഷേ ഈ വർക്ക് കൊളായി. ഞാൻ ഭയങ്കര കോൺഫിഡൻസിൽ ചെയ്തൊരു വർക്കും കൂടെ ആയിരുന്നു ഇത്. ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ തന്നെയാണ് ഇത് വരയ്ക്കേണ്ടതെന്നാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ ഷോർട്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം.
ഈ ഡ്രോയിങ് കാണാൻ രസമുണ്ട്, നല്ല ഭംഗി തന്നെ വന്നത്. പക്ഷെ എന്നാലും ഈ രീതിയിലല്ലായിരുന്നു ഈ സാധനം വരയ്ക്കേണ്ടത്. എനിക്ക് ഓരോ ടൈപ്പ് ഡ്രോയിങ്സ് വരയ്ക്കണമായിരുന്നു, പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ള വേ ഇതല്ലായിരുന്നു, ഈ രീതിയിലല്ലായിരുന്നു ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ലോങ് വീഡിയോ കാണാനായിട്ട് അതായത് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻറ്റിങ്സ് ഒരു സെപ്പറേറ്റ് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ, ഈ പെയിൻറ്റിങ് ഫ്ലോപ്പ് ആയതാണ്. ഈ ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസമാണ് ഈ പെയിൻറ്റിങ് ഞാൻ ചെയ്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ വരച്ച് സെറ്റാക്കിയിട്ട് പോയി ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് വേണ്ടി പോയി. ലഞ്ചിന് പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചു വന്നിട്ട് പിന്നെയും എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ വേറെ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെയിൻറ്റിങ്സൊക്കെ ഞങ്ങൾക്ക് ആർട്ട് എന്ന സബ്ജക്റ്റിനോടനുബന്ധിച്ചൊരു ഡ്രോയിങ് ബുക്ക് സബ്മിഷൻ ഉണ്ടായിരുന്നു. ഡ്രോയിങ് ബുക്ക് നമുക്ക് വെക്കണമായിരുന്നു. അപ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻറ്റിങ്സ് നമുക്ക് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിതിപ്പോൾ ഈ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ ലോങ് വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കാത്ത പെയിൻറ്റിങ്സും കൂടെ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഹോസ്റ്റലിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലെ ആവില്ല. ഇപ്പോൾ ഞാൻ ടീ ടൈമിൽ എനിക്ക് കിട്ടിയ ഫുഡും ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കണം, ഇനി എല്ലാ ദിവസവും വീഡിയോ എടുക്കാം, കാരണം നല്ല ഫുഡ് കിട്ടട്ടെ. നല്ല ഫുഡെന്ന് വെച്ചാൽ കാണാൻ നല്ല ഫുഡാണ്, ടേസ്റ്റ് വൈസ് നല്ലതാണെന്ന്. അങ്ങനെ 3 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ ഈ ഡ്രോയിങ് ബുക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ചായക്ക് ഈ ഒരു കപ്പ ബിരിയാണി, ഫസ്റ്റ് ടൈമാണ് ഈ കപ്പ ബിരിയാണിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് വൈസിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, കാണാനായിട്ട് നല്ല ഫുഡ്. പിന്നെ രാവിലത്തെ മഴ, വൈകുന്നേരം വരെ ആ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഡ്രോയിങ്സ് പലതും വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്പ്ലാറ്ററിങ് ആണ്, സ്പ്ലാറ്ററിങ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അതിനകത്ത് പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ലാസ്റ്റത്തൊന്ന് ടച്ചപ്പ് ചെയ്യാനിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടച്ചപ്പ് ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി വരയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, പോയി കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. നല്ല നല്ല കമൻറ്റ്സിന് ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന സ്പ്ലാറ്ററിങ് ആണ്. ഇതിനകത്ത് എഴുതിയേക്കുന്ന സ്പാറ്ററിങ് എന്നായിരുന്നു. ഇത് ത്രിമാന ചിത്രമാണ്. ഈ സ്പാറ്ററിങ് വരയ്ക്കുന്ന കറക്റ്റായിട്ടുള്ള വേ ഞാൻ ആ ലോങ് വീഡിയോയിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് മാത്രമേ കാണുന്നുള്ളൂ, അതെങ്ങനെയാണ് വരച്ചതെന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ സ്പ്ലാറ്ററിങ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചുമ്മാ എടുത്ത് വരയ്ക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഇപ്പോൾ എന്താ പറയുക, അത്ര കഴിവില്ല എന്ന് വിചാരിക്കണ്ട. കാരണം വരച്ച് വരുമ്പോഴേ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. എനിക്കും അത്ര വരയ്ക്കാൻ അറിയുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ വരച്ച് വന്നപ്പോൾ ഒരു നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ലഞ്ചിന് പൊറോട്ടയായിരുന്നു. പൊറോട്ടയും ആ കറി കൊള്ളില്ല, ഗ്രീൻ പീസ് കറിയായിരുന്നു. പക്ഷെ പൊറോട്ട മാത്രം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കണമായിരുന്നു. ഇതൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് ഈ ഉണ്ടാക്കാൻ തുടങ്ങിയതുണ്ട്. കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റായി. ഇപ്പോൾ കണ്ടില്ലേ ഫുള്ള് മെസ്സായി കിടക്കുവാണ്. എൻ്റെ റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ എല്ലായിടത്തും മെസ്സപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഈ സാധനം എല്ലാം ഇനി ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ കിടന്നത്. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.